We greet you all once again in the blessed name of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. For our meditation, let us turn to 1 Corinthians 15th chapter verses 50 to 52. ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിനായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. Now this I say, brethren, that flesh and blood cannot inherit the kingdom of God, neither doth corruption inherit incorruption. Behold, I show you a mystery. We shall not all sleep, but we shall all be changed in a moment, in the twinkling of an eye, at the last trump. For the trumpet shall sound, and the dead shall be raised incorruptible, and we shall be changed. Praise the Lord. ദൈവത്തിന് സ്തോത്രം. The greatest miracle that is going to happen is at the coming of the Lord. കർത്താവിന്റെ വരവിങ്കിൽ സംഭവിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. And at that time our vile bodies will be changed into glorious body. ആ വേളയിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങൾ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുകയും ചെയ്യും. And that day will be a day of rejoicing for those who are ready, and those who are unable to be caught up, it will be a day of mourning. ഒരുങ്ങി കാത്തിരിക്കുന്നവർക്ക് ആ ദിനം ഒരു സന്തോഷ സുദിനം തന്നെ ആയിരിക്കും. എന്നാൽ ഒരുങ്ങാതെ ഇരിക്കുന്നവർക്ക് അതൊരു വിലാപത്തിന്റെ ദിനമായി തീരുകയും ചെയ്യും. Rapture in one sense, it's a time of rejoicing and it's a judgment also. ഉൽപ്രാപണം എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ അത് സന്തോഷത്തിന്റെ ഒരു സമയമാകുന്നു. അതേ വേളയിൽ അത് ഒരു ന്യായവിധിയും കൂടെയത്രേ. In all other judgment, there is a time you will get it appeal, so that the judgment may be what they call relaxed. മറ്റെല്ലാ ന്യായവിധികളിലും ശിക്ഷയ്ക്ക് ഒരിളവ് ലഭിക്കുവാൻ തക്കവണ്ണം ഒരു അപ്പീൽ കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചെന്ന് വന്നേക്കും. But here in split second the judgment comes and there is no second chance for you to come. എന്നാൽ ഇവിടെയോ ഒരു നൊടിയിടയ്ക്കിടയിൽ ന്യായവിധി വന്ന് പതിച്ചു കഴിയും. പിന്നീട് രണ്ടാമതൊരവസരം കിട്ടുകയേയില്ല. Paul used one important word in that imaipollu, that in a split second like that. ഇവിടെ കണ്ണിമയ്ക്കുന്നിടയിൽ അഥവാ നൊടിയിടയ്ക്കുള്ളിൽ എന്നുള്ള ഒരു പ്രത്യേക പദം പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നു. In the original Greek he used atomic movement. ഗ്രീക്ക് ഭാഷയിലെ മൂലപദത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് ആണവ നിമിഷം എന്ന അർത്ഥത്തിലാകുന്നു. So people began to wonder how Paul could understand about atomic power about 2000 years back. 2000 ആണ്ടുകൾക്ക് മുൻപേ ആണവ ശക്തിയെക്കുറിച്ചുള്ള ഒരു അറിവ് പൗലോസിന് എങ്ങനെ കൈവന്നുവെന്ന് ജനങ്ങൾ അതിശയിച്ചു. One scientist began to research on this subject. ഒരു ശാസ്ത്രജ്ഞൻ ഈ വിഷയത്തെ ആസ്പദമാക്കി ഗവേഷണം നടത്തുവാനും തുടങ്ങി. And he found out the answer. തനിക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു. Up to the year 1972, the whole world time was governed by Greenwich Meridian time. 1972 വർഷം വരെ ഗ്രീനിച്ച് മെറിഡിയൻ ടൈം ആസ്പദമാക്കിയായിരുന്നു ലോകത്തിൽ സമയങ്ങൾ ക്രമീകരിച്ചിരുന്നത്. From that year 1972 onwards, a new time called atomic universal time is now working now. എന്നാൽ ആ വർഷം തുടങ്ങി 1972 തുടങ്ങി പ്രാപഞ്ചികമായ ഒരു ആണവ സമയ നിബന്ധന പദ്ധതി നിലവിൽ വന്നു. ഇപ്പോൾ നാമും അതാകുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. In that atomic universal time, our normal second have to be divided into 1000 parts. ആണവ പ്രാപഞ്ചിക സമയ പദ്ധതിയിൽ നമ്മുടെ സാധാരണയായി നാം ഉപയോഗിക്കുന്ന ഒരു നിമിഷം, ഒരു നൊടി നേരം, അതിനെ 1000 സൂക്ഷ്മ അംശങ്ങളായി തിരിച്ചിരിക്കുന്നു. You just imagine when you divide it in 1000 parts, how much time you will get it. ഒരു സെക്കൻഡ് സമയത്തെ 1000 ഘടകങ്ങളായി വേർതിരിച്ചാൽ അതിൽ നിങ്ങൾക്ക് എത്ര സമയം കിട്ടും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. In that split second, your body will be changed. ആ സൂക്ഷ്മ അംശത്തിനിടയിൽ ശരീരം രൂപാന്തരപ്പെട്ടു കഴിയും. So that means it's a time that nobody can find out how to
come to that particular moment. ആ നിമിഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടുവെന്ന് അനേകർ അറിയാതെ കുഴങ്ങുന്ന അവസരം അതായിരിക്കും. But one thing is sure, from the year 1970 onwards, we are coming closer to that point. എന്നാൽ വീണ്ടും ഒരു കാര്യം നിശ്ചയം എന്ന് വെളിവായി വരുന്നു. 1972 ആണ്ട് തുടങ്ങി നാം അടുക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നു. Doctrinally we believe that such a thing will happen. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാം എന്ന് ഉപദേശപരമായി നാം വിശ്വസിക്കുന്നുണ്ട്. But according to Ephesians 1st chapter 18 and 19, എന്നാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യം പ്രകാരം a great and exceeding power also have to work, then only that can happen. ഒരു അളവറ്റ ശക്തി കൂടെ നമ്മിൽ വ്യാപരിക്കണം, എങ്കിൽ മാത്രമേ അത് സംഭവ്യമാവുകയുള്ളൂ. Ephesians 1st chapter 18 and 19. എഫേസ്യർ 1-18-19 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. The eyes of your understanding being enlightened, that ye may know what is the hope of his calling, and what the riches of the glory of his inheritance in the saints, and what is the exceeding greatness of his power to usward who believe, according to the working of his mighty power. On one side we believe the doctrine, ഒരു ഭാഗത്തിൽ നാം ഉപദേശത്തെ വിശ്വസിക്കുന്നു. but on the other side that power has to operate. എന്നാൽ മറുഭാഗത്തിലും ആ ശക്തി വ്യാപരിക്കുകയും ചെയ്യണം. You may believe the doctrine, but if that power does not operate, your body cannot be changed. നിങ്ങൾ ഒരുപക്ഷെ ഉപദേശത്തിനെ വിശ്വസിക്കുന്നുണ്ടാകാം, അതേ സമയത്തിന് ശരീരത്തിൽ ആ ശക്തി വ്യാപരിക്കാതെ പോയാലോ അത് സ്വന്തമാക്കുവാൻ കഴിയുകയുമില്ല. That's why in our spiritual life both the doctrine and the power have to go together. അതുകൊണ്ടാകുന്നു നമ്മുടെ ആത്മീക ജീവിതങ്ങളിൽ ആ ശക്തിയും ഉപദേശവും രണ്ടും ഒന്നോടൊന്ന് യോജിച്ച് പോകേണ്ടിയിരിക്കുന്നത്. Many Christian preachers, they preach on the character side, but they don't talk on the power side. അനേക ക്രൈസ്തവ പ്രാസംഗികർ സ്വഭാവപരമായ അംശത്തെ പരാമർശിച്ച് പ്രസംഗിക്കുന്നു, എന്നാൽ ശക്തിയുടെ ഭാഗത്തെ പലരും വിട്ടുകളയുന്നു. Both have to go together. അങ്ങനെയല്ല, ഇത് രണ്ടും ഒന്നായി ചേർന്ന് പോകണം. Now the first day onwards we were analyzing certain signs of the last days. ഒന്നാം ദിവസം തുടങ്ങി അന്ത്യനാളുകളിലെ ചില അടയാളങ്ങളെ കുറിച്ച് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. Every day we want to hear some new things. ഓരോ ദിവസവും നാമോ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. In Acts of the Apostles 17 chapter verse 21, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ എന്നാൽ അധേനരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. For all the Athenians and strangers which were there spent their time in nothing else but either to tell or to hear some new thing. these Athenians, they heard Paul speaking about the resurrection. പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പൗലോസിന്റെ പ്രസംഗത്തെ അഥേനക്കാർ കേട്ടു. That's all, they heard it. അത്രയേ ഉള്ളൂ, അവർ അത് കേട്ടു. They want to hear a new thing and talk about a new thing. അവർക്ക് ഒരു പുതിയ കാര്യം കേൾക്കണം, കേട്ട പുതിയ കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യണം. But they don't enter into that fact that they could believe and experience that resurrection power. എന്നാൽ ആ വസ്തുതയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ച് അതിനെ വിശ്വസിക്കുവാനോ ആ പുനരുത്ഥാന ശക്തിയെ അനുഭവിക്കുവാനോ അവർ മിനക്കെടുന്നില്ല. So we are not going to tell you new things. ആകയാൽ ഞങ്ങളും ഇന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ പറയുവാൻ പോകുന്നില്ല. According to Jeremiah 6 chapter 16th verse, യിരെമ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യപ്രകാരം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. Thus saith the Lord, stand ye in the ways and see and ask for the old paths, where is the good way, and walk therein, and ye shall find rest for your souls.
but they said, we will not walk therein. Instead of telling you new things, we will bring you the old things. ഒരു പുതിയ കാര്യം പറയുന്നതിന് പകരമായി ഞങ്ങൾ പഴയ പുരാതനമായ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. The more you enter into the old doctrines and the old ways, you will get rest in your soul. എത്രയ്ക്കും അധികമായ പഴയ പാതകളിലേക്കും പഴയ ഉപദേശങ്ങളിലേക്കും നിങ്ങൾ പ്രവേശിക്കുന്നുവോ അത്രയ്ക്കും അധികമായി നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രാമം കണ്ടെത്താം. So till today we have gotten a satisfaction that we are standing on the old path, not on the new path. ഇന്നാൾ വരെയും ഞങ്ങളുടെ പാദങ്ങൾ പഴയ പാതകളിൽ തന്നെ ആയിരിക്കുന്നു. അത് ഒരു നാളും പുതിയ പാതയിൽ പോയിട്ടില്ല എന്നുള്ള സംതൃപ്തി ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾക്കുണ്ട്. Only the old path will lead you to real rest. യഥാർത്ഥ വിശ്രാമത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് പഴയ പാതകൾ മാത്രമാകുന്നു. And this rest is very essential in your spiritual life and in your body also. നിങ്ങളുടെ ആത്മീക ജീവിതത്തിലും അതുപോലെ നിങ്ങളുടെ ശരീരങ്ങളിലും ഈ വിശ്രാമം അത്യന്തം അപേക്ഷിതവുമാകുന്നു. That's in Psalms 132 verse 8. 132 സങ്കീർത്തനം 8 വാക്യത്തിൽ, യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. Arise, O Lord, into thy rest, thou and the ark of thy strength. Where the rest is there, there the power will be there. വിശ്രാമം എവിടെ ഉണ്ടോ അവിടെയാകും ശക്തിയും ഉണ്ടാവുക. That's why we are not telling a new thing, we will only repeat the old paths. അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ കാര്യം സംസാരിക്കുന്നില്ല, പ്രത്യുത പഴയ പാതകളെ ആവർത്തിക്കുന്നു. Because where there is rest, the power of God will be manifest. കാരണം വിശ്രാമം എവിടെ ഉണ്ടോ അവിടെ ദൈവശക്തിയും പ്രകടമായി വരുന്നു. Now in the text that we read just now, ഇപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ Paul says all will be changed. എല്ലാവരും രൂപാന്തരപ്പെടും എന്ന് അപ്പോസ്തലൻ പറയുന്നു. Taking this verse, most of the Pentecostal churches say, if you are a believer, you will be definitely raptured. ഈ വചനത്തെ ആസ്പദമാക്കി നിങ്ങൾ ഒരു വിശ്വാസി ആകുന്നുവോ എങ്കിൽ നിശ്ചയമായും നിങ്ങൾ എടുത്തുകൊള്ളപ്പെടുക തന്നെ ചെയ്യും എന്ന് ഭൂരിഭാഗം പെന്തക്കോസ്ത് സഭകളും പഠിപ്പിക്കുന്നു. If you are converted and taken baptism and receive the Holy Spirit, definitely you will be caught up when Jesus comes. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയും പ്രാപിച്ച വ്യക്തി ആകുന്നെങ്കിൽ യേശു വെളിപ്പെടുമ്പോൾ നിശ്ചയമായും നിങ്ങളും എടുത്തുകൊള്ളപ്പെടുക തന്നെ ചെയ്യും. But the Bible does not agree with that teaching. എന്നാൽ ഈ ഉപദേശത്തോട് വേദപുസ്തകം ഒക്കുന്നില്ല. In 1 Peter 4 chapter 18th verse, 1 പത്രോസ് 4 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? And if the righteous scarcely be saved, where shall the ungodly and the sinner appear? Peter says that the righteous have to scarcely, in a very difficult way, he alone can be saved. ഒരു നീതിമാൻ എങ്കിൽ പോലും അവൻ വളരെ ബുദ്ധിമുട്ടി മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പത്രോസ് അപ്പോസ്തലൻ പ്രസ്താവിച്ചിരിക്കുന്നു. In 1 Corinthians 9 chapter, the last verse, Paul says, 1 കൊരിന്ത്യർ 9 അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, after preaching to others, I myself may become a castaway. മറ്റുള്ളവരോട് പ്രസംഗിച്ചതിനു ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതെ ഇരിക്കേണ്ടതിന്. So that means a preacher himself had a fear that after preaching to others, there is a possibility that he could fall. അതായത് മറ്റുള്ളവരോട് പ്രസംഗിച്ചതിനു ശേഷം ഒരുപക്ഷെ ഞാൻ തന്നെ വീണ് പോയേക്കാമോ എന്നുള്ള ഒരു ഭയത്തിന്റെ സാധ്യത ഒരു പ്രാസംഗികന് പോലും ഉണ്ട് എന്ന് അർത്ഥം. So if a righteous man is scarcely saved, where will the sinner and the ungodly will stand? ഒരു നീതിമാൻ പോലും പ്രയാസത്തോടെ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും അവസ്ഥ എവിടെ ആയിരിക്കും? So definitely a sinner, whoever it may be, he cannot be raptured when Jesus comes. ആകയാൽ ഒരു വ്യക്തി ആരായിരുന്നാലും ശരി, താൻ ഒരു പാപിയായി ജീവിക്കുന്നവനെങ്കിൽ യേശു വന്നാൽ നിശ്ചയമായും താൻ എടുക്കപ്പെടുകയില്ല. 2 verses I will give you. ഞാൻ 2 വചനങ്ങൾ നൽകാം. 1 Corinthians 6 chapter 9th verse 1 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 9 വാക്യം, and Galatians 5th chapter 19 to 21. ഗലാത്യർ 5 അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. Read Galatians 5th chapter 19 to 21. ഗലാത്യർ 5ന്റെ 19 മുതൽ 21 വരെ വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു.
ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. Now the works of the flesh are manifest, which are these: adultery, fornication, uncleanness, lasciviousness, idolatry, witchcraft, hatred, variance, emulations, wrath, strife, seditions, heresies, envyings, murders, drunkenness, revellings, and such like, of the which I tell you before, as I have also told you in the time past, that they which do such things shall not inherit the kingdom of God. So it's very clear, whoever it may be, if he lives in sinful life, he cannot inherit the kingdom of God. ആകയാൽ ഒരു വ്യക്തി താൻ ആരായിരുന്നാലും പാപപങ്കിലമായ ജീവിതം നയിക്കുന്നവനെങ്കിൽ യേശു വെളിപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൽ താൻ ഉണ്ടാവുകയില്ലെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. So even tonight, if there is anyone living in sinful life, it's a time for you to come back to the Lord and get really saved. ആകയാൽ പാപജീവിതത്തിൽ ജീവിക്കുന്നവർ ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടുവാനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുമുള്ള ഉചിതമായ സമയം നിങ്ങൾക്ക് ഇതാകുന്നു. Secondly, according to Hebrews 6 chapter verse 4, രണ്ടാമതായി എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം പ്രകാരം, after you are converted, നിങ്ങൾ മാനസാന്തരപ്പെട്ടതിനു ശേഷം, after receiving the Holy Spirit, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനു ശേഷം, after tasting the power of the world to come, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചതിനു ശേഷം, if you willfully go back and backslide, നിങ്ങൾ മനഃപൂർവ്വമായി പിന്മാറിപ്പോയാൽ, there was no hope for such people to come to repentance. അങ്ങനെയുള്ളവർക്ക് മാനസാന്തരത്തിലേക്ക് മടങ്ങാമെന്നുള്ളതിന് ആശയ്ക്ക് വകയില്ല. So if anyone goes on backsliding, remember, if you are living in a backslidden state, it is not possible to get ready for the coming of the Lord. ആകയാൽ ആരെങ്കിലും പിന്മാറിപ്പോയാൽ, ഒരു പിന്മാറ്റ ജീവിതത്തിൽ അകപ്പെട്ടു പോയെങ്കിൽ ഓർത്തുകൊള്ളുക, കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾക്കും ഒരുങ്ങുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാകുന്നു. In Hebrews 10 chapter 38 and 39, എബ്രായർ 10-ാം അധ്യായം 38-39 വചനങ്ങളിൽ, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. Now the just shall live by faith, but if any man draw back, my soul shall have no pleasure in him. But we are not of them who draw back unto perdition, but of them that believe to the saving of the soul. if you backslide, the Lord has no pleasure in your life. നിങ്ങൾ പിന്മാറി പോകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. One who backslides goes into perdition or destruction. പിന്മാറുന്ന ഒരുവൻ നാശത്തിലേക്ക് അത്രേ എത്തിച്ചേരുന്നത്. So if there is anyone who lives in a backslidden state, ആകയാൽ ഒരു പിന്മാറ്റ അവസ്ഥകളിൽ ജീവിക്കുന്നവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, remember the Lord wants you to come back to the early state. നിങ്ങൾ പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സത്യത്തെ ഓർത്തുകൊള്ളുവിൻ. In the backslidden state, nobody can get ready for the coming of the Lord. പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ കുടുങ്ങിയ നിലയിൽ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ആർക്കും സാധ്യമല്ല. In 1 Corinthians 3rd chapter verses 1 to 3, 1 കൊരിന്ത്യർ 3-ാം അധ്യായം ആദ്യ 3 വാക്യങ്ങളിൽ they find groups of people, they are Pentecostal people, നാം ഒരു കൂട്ടം ആളുകളെ അവിടെ കാണുന്നു. അവർ പെന്തക്കോസ്തുകാർ തന്നെ. especially the Corinthian church, they had all the gifts of the Holy Spirit. വിശേഷിച്ചും കൊരിന്തിലെ സഭ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ എല്ലാ വരങ്ങളും പ്രാപിച്ചവരായിരുന്നു. But Paul said they were babes in Christ. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിലെ ശിശുക്കളത്രേ. What are the characters of the babes in Christ? ക്രിസ്തുവിലെ ശിശുക്കൾക്കുള്ള സ്വഭാവങ്ങൾ എന്തെല്ലാമാകുന്നു? They were carnal. അവർ ജഡീകന്മാർ. They had envy, അവരുടെ ഇടയിൽ അസൂയയുണ്ട്, strife, പിണക്കമുണ്ട്, divisions, ഭിന്നതകളുമുണ്ട്. walked like men. അവർ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമാകുന്നു. You may be a Pentecostal believer, നിങ്ങളൊരു പെന്തക്കോസ്ത് വിശ്വാസി ആയിരിക്കാം. but if you are having this type of character, you are a babe in Christ. എന്നാൽ ഇവണ്ണമുള്ള സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ശിശുവിന് തുല്യനാകുന്നു. So how can a babe in Christ can ready for the coming of the Lord? ക്രിസ്തുവിൽ ശിശുവായി ജീവിക്കുന്ന ഒരുവന് എങ്ങനെ യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഒരുങ്ങുവാൻ കഴിയും? So that's why examine your life whether these characters are in your own life. ആകയാൽ നിങ്ങളുടെ സ്വന്തം ജീവിതങ്ങളിൽ വിവിധ സ്വഭാവങ്ങൾ കുടികൊള്ളുന്നുവോ എന്ന് സ്വയം ആരാഞ്ഞ് കണ്ടെത്തുവിൻ. Main thing, envy. In Pentecostal circle, envy
Jealousy is the main root cause of many problems. പെന്തക്കോസ്ത് ഗോളത്തിനകത്ത് അനേക പ്രശ്നങ്ങളുടെ മൂല കാരണം അസൂയ ആകുന്നു. In your family life also, envy causes lot of problem. നിങ്ങളുടെ കുടുംബ ജീവിതത്തെ എടുത്തു നോക്കിയാലും അതിനകത്തു പോലും അസൂയ എത്രയോ പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നു. You may talk to a person without having any other thought. വേറെ മറ്റൊരു ചിന്തയും കൂടാതെ ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിച്ചെന്ന് വന്നേക്കും. But that can be misconstrued as a talk and it will create much problem. എന്നാൽ ആ സംഭാഷണം തെറ്റിദ്ധരിക്കപ്പെട്ട് എത്രയോ പ്രശ്നങ്ങൾ ഉളവാകാം. And in many churches, strifes and divisions comes. എത്രയോ സഭകളിൽ എത്രയോ ഇടങ്ങളിൽ ഭിന്നതകളും കലഹങ്ങളും ഉണ്ടാകുന്നു. So as long as you are a babe in Christ, you cannot get ready for the coming of the Lord. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിൽ ശിശുവായി തുടരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുവാൻ സാധ്യമല്ല. In 1 Corinthians 3rd chapter 12th verse, 1 കൊരിന്ത്യർ 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ, on one foundation you can build 6 types of buildings. ഒരു അടിസ്ഥാനത്തിന്മേൽ 6 വിധത്തിലുള്ള മന്ദിരങ്ങൾ പണിയുവാൻ കഴിയും. Gold, silver and precious stone. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ. They are very costly materials. വളരെ അമൂല്യമായ വസ്തുക്കൾ. And the building will be able to stand through the fire. മന്ദിരം തീയിൽ നിലനിൽക്കുകയും ചെയ്യും. But there are 3 materials: wood, hay and stubble. മറ്റു 3 വസ്തുക്കൾ മരം, പുല്ല്, വൈക്കോൽ. They are very cheap material. തീരെ വില കുറഞ്ഞ വസ്തുക്കൾ. Very easily you can build a building. വളരെ ലഘുവായി അനായാസമായി ഇതുകൊണ്ടൊരു കെട്ടിടം പണിയാം. But in the midst of the trial, many fail because the materials are very cheap. എന്നാൽ വസ്തുക്കൾ വില കുറഞ്ഞവ ആയതുകൊണ്ട് പരീക്ഷ നേരിടുമ്പോൾ പലരും തോറ്റുപോകുന്നു. In 2 Corinthians 1st chapter 9th verse, 2 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, 2 കൊരിന്ത്യർ 1-ന്റെ 9-ാം വാക്യം, But we have the sentence of death in ourselves, that we should not trust in ourselves, but in God which raiseth the dead. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. what is the character of the person who builds his life with the cheap material? വില കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് മന്ദിരം പണിയുന്നവന്റെ സ്വഭാവങ്ങൾ എന്താകുന്നു? He always thinks that he can stand in the midst of the trial. പരീക്ഷയുടെ നടുവിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്ന് സദാ താൻ ചിന്തിക്കുന്നു. He puts his trust in himself. തന്റെ സ്വയത്തിൽ, താൻ സ്വന്തത്തിൽ ആശ്രയം വയ്ക്കുന്നു. He does not realize what are the real limitations in his spiritual life. തന്റെ ആത്മിക ജീവിതത്തിൽ തനിക്കുള്ള പരിമിതികൾ, തന്റെ പരിധികൾ എത്രയെന്ന് താൻ അറിയുന്നില്ല. In one particular meeting, one young brother got up and testified. ഒരു യോഗത്തിൽ ഒരു യൗവനക്കാരൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. I am willing to shed the last drop of my blood for Jesus. ഞാൻ എന്റെ അവസാന തുള്ളി രക്തം വരെയും യേശുവിനായി ചൊരിയുവാൻ വാഞ്ചിക്കുന്നു. The pastor told, tell you will ready to die for the Lord, but don't use the word I am ready to shed the last drop. ഞാൻ യേശുവിന് വേണ്ടി മരിക്കുവാൻ വാഞ്ചിക്കുന്നെന്ന് പറഞ്ഞുകൊള്ളുക, അതിനു പകരം അവസാനത്തുള്ള രക്തം വരെയും ചിന്തുമെന്നുള്ള ആ വാക്ക് ഉപയോഗിക്കരുത് എന്ന് പാസ്റ്റർ തന്നോട് തിരുത്തി. No pastor, I will shed the last drop of my blood. ഇല്ല പാസ്റ്റർ, ഞാൻ എന്റെ അവസാനത്തുള്ളി രക്തം വരെയും ചിന്തുക തന്നെ ചെയ്യും. The pastor kept quiet. പാസ്റ്റർ മൗനം ദീക്ഷിച്ചു. On those days, there won't be food in the faith homes. അന്നാൾക്കളിൽ വിശ്വാസ ഭവനത്തിൽ ഭക്ഷണം ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. Wednesday, Thursday, Friday, Saturday, no food at all. ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ചയായി ശനിയാഴ്ചയുമായി ഭക്ഷണം ഇല്ല. Sunday morning, pastor got some money. ഞായറാഴ്ച രാവിലെ പാസ്റ്റർക്ക് അല്പം ഒരു കാശ് കിട്ടി. He called his brother and said, go and buy some sugar that we may make a cup of coffee. ആ സഹോദരനെ വിളിച്ച് ആ പണം തന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പോയി അല്പം പഞ്ചസാര വാങ്ങി വരിക, നമുക്ക് അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കാം. He took the money and went away. He never returned back. ആ പണം താൻ വാങ്ങി കടന്നുപോയി, പിന്നീട് മടങ്ങിയതേയില്ല. He thought he will shed the last drop of the blood. അവസാന തുള്ളി രക്തം വരെയും ചിന്തുമെന്നായിരുന്നു ധാരണ. But in the trial, he could not stand. പരീക്ഷയിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. So examine your life tonight. ഇന്ന് രാത്രി ജീവിതങ്ങളെ ആരായുവിൻ. If your life is built on cheap material, you cannot get ready for the coming of the Lord. നിങ്ങളുടെ ജീവിതവും വിലപിടിപ്പില്ലാത്ത വസ്തുക്കളിൽ പണിതുകൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ വരവിനായി നിങ്ങൾക്കും ഒരുങ്ങുവാൻ കഴിയുകയില്ല. In Matthew's Gospel 25th chapter verse 30. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ,
എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. And cast ye the unprofitable servant into outer darkness, there shall be weeping and gnashing of teeth. This man's sin was he had one talent, but he did not use it for the Lord. ഈ മനുഷ്യന്റെ പാപം തനിക്ക് ഒരു താലന്ത് ഉണ്ടായിരുന്നു, എന്നാൽ ആ ഒരു താലന്ത് ദൈവത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ തനിക്ക് കഴിയാതെ പോയി എന്നതായിരുന്നു. After receiving the Holy Spirit in your life, നിങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനു ശേഷം God has given different type of talents and gifts in your life. വിവിധങ്ങളായ വരങ്ങളും താലന്തുകളും നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നു. It may be different type of talent. അതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഭേദങ്ങൾ വന്നേക്കാം. But if you don't use the talent for the Lord, അങ്ങനെയെങ്കിലും ആ താലന്തുകൾ കർത്താവിനായി നിങ്ങൾ വ്യാപാരം ചെയ്യുന്നില്ലെങ്കിൽ, for example, if you have got a gift of prophecy, ഉദാഹരണമായി നിങ്ങൾക്ക് പ്രവചന വരം ഉണ്ട് എന്ന് കരുതുക. if you got a spirit of prayer, നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആത്മാവിന്റെ വരം ഉണ്ടെന്ന് കരുതുക. you got a burden to speak to new soul and bring them to the Lord. പുതിയ ആത്മാക്കളോട് സംസാരിച്ച് അവരെ കർത്താവിലേക്ക് ആനയിക്കുവാൻ കഴിയുന്ന ഒരു വരം നിങ്ങൾക്കുണ്ട് എന്ന് കരുതുക. You got a revelation how to help the poor and also help in the faith home. ദരിദ്രന്മാരെ എങ്ങനെ സഹായിക്കണം, വിശ്വാസ ഭവനത്തെ എങ്ങനെ സഹായിക്കണം എന്നുള്ള വെളിപ്പാടുള്ള വ്യക്തിയെന്ന് നിങ്ങൾ കരുതുക. It may be one talent, ഒരു താലന്താകാം. but if you don't use it for the Lord, എങ്കിലും ആ ഒന്ന് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാതെ പോയാൽ that place will be outer darkness. സ്ഥലം ഏറ്റവും പുറത്തുള്ള ഇരുട്ട് ആയിരിക്കും. In Luke's Gospel 9th chapter verse 62, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വാക്യത്തിൽ യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. And Jesus said unto him, No man having put his hand to the plough and looking back is fit for the kingdom of God. I generally don't encourage people to step out for the ministry. ഞാൻ സാധാരണയായി ശുശ്രൂഷയ്ക്കായി ഇറങ്ങി വരുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പതിവില്ല. But once they come for the ministry, എന്നാൽ ഒരിക്കൽ അവർ ശുശ്രൂഷയ്ക്കായി വന്നു കഴിഞ്ഞാൽ they must stand till the last day. അവസാന ദിനം വരെയും അതിൽ തന്നെ നിൽക്കണം. Jesus told, if you put your hand on the plough and if you look back, you are not worthy for the kingdom of God. നിങ്ങൾ കലപ്പയ്ക്ക് കൈവച്ചതിനു ശേഷം പുറകോട്ട് നോക്കിപ്പോയാൽ നിങ്ങൾ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല എന്നാകുന്നു യേശു അരുളി ചെയ്തത്. So these groups, whatever may be, they cannot be raptured when Jesus comes. ആകയാൽ ഇത്തരക്കാർ അവർ ആരായിരുന്നാലും ശരി, യേശു വെളിപ്പെടുമ്പോൾ അവർക്ക് എടുത്തുകൊള്ളപ്പെടുവാൻ സാധ്യമാകയില്ല. So even tonight, if you belong to any of the group, you will have to come back to the Lord. ആകയാൽ ഇന്ന് രാത്രി ഈ ഏത് ഗണത്തിൽ നിങ്ങൾ പെട്ടിരുന്നാൽ പോലും നിങ്ങൾ ഇന്ന് കർത്താവിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. Now read Romans 8 chapter 14th verse. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. For as many as are led by the Spirit of God, they are the sons of God. And also verse 23. 23-ാം വാക്യം കൂടെ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. And not only they, but ourselves also, which have the first fruits of the Spirit, even we ourselves groan within ourselves, waiting for the adoption, to wit, the redemption of our body. After receiving the Holy Spirit, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനു ശേഷം you must be guided by the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടണം. What for? എന്തിനു വേണ്ടി? That you may be able to receive the redemption of the body. ശരീര വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ വേണ്ടിയത്രേ. That redemption of the body is known as adoption. ആ ശരീര വീണ്ടെടുപ്പാകുന്നു പുത്രത്വം എന്ന് അറിയപ്പെടുന്നത്. In the Roman Empire, if a man has got a child born or a son is born, റോമ സാമ്രാജ്യത്തിൽ ഒരു മനുഷ്യന് ഒരു മകൻ ജനിച്ചാൽ he will call all his relatives and friends. താൻ തന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചു കൂട്ടും. And he will say, a son is born in my family. താൻ പറയും, ഇന്ന് എന്റെ കുടുംബത്തിൽ എനിക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. But he cannot inherit my property. എന്നാൽ ഇവന് എന്റെ സ്വത്തുക്കൾ അവകാശമാക്കുവാൻ സാധ്യമല്ല. I will keep him under a tutor. ഞാൻ ഇവനെ ഒരു ശിശുപാലകന്റെ കീഴിൽ വയ്ക്കും. For nearly 18 years, this boy has to go under the tutor. ഏകദേശം 18 വർഷങ്ങൾ ഈ ബാലൻ ആ ശിശുപാലകന്റെ കീഴിൽ ജീവിക്കണം. After 18 years, again the father will call all the
relatives and friends. തനിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ പിതാവ് വീണ്ടും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചു കൂട്ടും. My son has come to maturity. എന്റെ മകൻ ഇപ്പോൾ പ്രായപൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. So today I adapt him as my son. ആകയാൽ ഇന്ന് എന്റെ പുത്രനായി ഞാൻ അവനെ ദത്തെടുക്കുന്നു. That time he will use the word adopt. ആ വേളയിൽ ആ പിതാവ് ദത്ത് എന്നുള്ള പദം ഉപയോഗിക്കും. A matured person to inherit all the property. പ്രായപൂർത്തിയായ ഒരു വ്യക്തി ആയിരിക്കണം സ്വത്തുക്കളൊക്കെയും അവകാശമാക്കേണ്ടിയത്. After receiving the Holy Spirit, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനു ശേഷം there is a process by which you enter the maturity. നിങ്ങൾ പക്വതയിലേക്ക് പ്രായപൂർത്തിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്. When you enter in the matured level, then God says, you are my adopted son. ആ പ്രായപൂർത്തിയിലേക്ക് തികവിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ ദൈവം പറയും, നീ എനിക്ക് ദത്തുപുത്രൻ ആകുന്നു. If you don't enter in the matured level, you cannot be adopted as the sons of God. എന്നാൽ ആ തികവിന്റെ നിലയിൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയാതെ പോയാൽ ദൈവപുത്രനായി നിങ്ങൾ ദത്തെടുക്കപ്പെടുകയില്ല. To enter in the matured level, ആ പ്രായപൂർത്തിയുടെ നിലയിൽ പ്രവേശിക്കുവാൻ വേണ്ടി two things are very essential. രണ്ട് കാര്യങ്ങൾ അത്യാവശ്യം. Read Acts of the Apostles 20th chapter 27th verse. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കാം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. For I have not shunned to declare unto you all the counsel of God. You must be able to hear all the apostolic doctrine. നിങ്ങൾക്ക് അപ്പോസ്തലിക ഉപദേശങ്ങൾ മുഴുവനുമായും ശ്രവിക്കുവാൻ കഴിയണം. Repentance, മാനസാന്തരം, water baptism, ജലസ്നാനം, Holy Spirit, പരിശുദ്ധാത്മാവ്, separation, വേർപാട്, divine healing, ദൈവിക രോഗശാന്തി, and sanctification, വിശുദ്ധീകരണം, select and secret rapture, വൃതന്മാരുടെ ഉൽപ്രാപണം, ministry, consecrated ministry, പ്രതിഷ്ഠിതമായ ശുശ്രൂഷ, and the coming of the Lord, കർത്താവിന്റെ വരവ്, and 7-year tribulation, 7 വർഷ പീഠാകാലം, millennium, സഹസ്രാബ്ദ വാഴ്ച, eternal kingdom of God. ദൈവത്തിന്റെ നിത്യ രാജ്യം. All these doctrines you must hear and believe and grow in the doctrine. ഈ സകല ഉപദേശങ്ങളും മുഴുവനുമായി നിങ്ങൾ കേൾക്കണം, അത് വിശ്വസിക്കണം, അതിനകത്ത് ജീവിക്കുകയും ചെയ്യണം. So the more you hear apostolic doctrine, the more your inner man will grow. ആകയാൽ എത്ര അധികമായി നിങ്ങൾ അപ്പോസ്തലിക ഉപദേശങ്ങൾ ശ്രവിക്കുന്നുവോ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ അത്രയ്ക്കും അധികം വളർച്ചയെ പ്രാപിച്ചുകൊണ്ടിരിക്കും. Not only that, അത് മാത്രമല്ല, read Ephesians 4 chapter 11 to 13. എഫേസ്യർ 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിനും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു. And he gave some apostles and some prophets and some evangelists and some pastors and teachers for the perfecting of the saints, for the work of the ministry, for the edifying of the body of Christ, till we all come in the unity of the faith and of the knowledge of the Son of God, unto a perfect man, unto the measure of the stature of the fullness of Christ. Second, you must come under the apostolic ministry. രണ്ടാമതായി നിങ്ങൾ അപ്പോസ്തലിക ശുശ്രൂഷയുടെ കീഴിൽ വരണം. I am saved, I am filled with the Holy Spirit, I obeyed in water baptism. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ജലസ്നാനം സ്വീകരിച്ചു, ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയും പ്രാപിച്ചു. I go to a church as I like, I don't want to come to this apostolic fellowship. ഇപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സഭയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഇവിടെ വരുവാൻ എനിക്ക് ഇഷ്ടമില്ല. Dear brother, you can, but it's not possible for you to get ready for the coming of the Lord. പ്രിയ സഹോദര, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കാം, എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. First apostolic doctrine, ഒന്ന് അപ്പോസ്തലിക ഉപദേശം, second apostolic ministry. രണ്ട് അപ്പോസ്തലിക ശുശ്രൂഷയും. These two things help you to come to the matured level. സമ്പൂർണ്ണതയുടെ പ്രായത്തിന്റെ അളവിൽ എത്തിച്ചേരുവാൻ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളെ സഹായിക്കുന്നു. Not only that, അത് മാത്രമല്ല, read Isaiah chapter 63, യെശയ്യാവ് 63-ാം അധ്യായം 13 and 14. 13-14 വാക്യങ്ങൾ. അവർ ഇടറാതവണ്ണം
മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. That led them through the deep as a horse in the wilderness, that they should not stumble. As a beast goeth down into the valley, the Spirit of the Lord caused him to rest. So didst thou lead thy people to make thyself a glorious name. Once you enter in this fellowship, ഒരിക്കൽ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ your speed will be limited. നിങ്ങളുടെ വേഗതയ്ക്ക് ഒരു പരിമിതി അവിടെ ഉണ്ടാകും. A horse can run very fast in an ordinary ground, ഒരു സാധാരണ നിലത്തിൽ ഒരു കുതിരയ്ക്ക് അതിവേഗം ഓടുവാൻ കഴിയും. but in a wilderness it's very difficult. എന്നാൽ മരുഭൂമിയിൽ കൊണ്ടു ചെല്ലുക ഓട്ടം തികച്ചും ബുദ്ധിമുട്ടായി തീരും. In all the other Pentecostal churches you have got the freedom to talk, freedom to go anywhere, and whatever you like you can do it. മറ്റെല്ലാ പെന്തക്കോസ്ത് സഭകളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കുവാനും ഇഷ്ടമുള്ളിടത്ത് പോകുവാനും ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനും സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. But here there is a restriction. എന്നാൽ ഇവിടെ എല്ലാത്തിനും പരിധികൾ ഉണ്ട്. You have got a speed, നിങ്ങൾക്കൊരു വേഗം ഉണ്ട്, but the speed will be restrained. എങ്കിലും ആ വേഗതയ്ക്ക് ഒരു പരിമിതി ഉണ്ടായിക്കൊണ്ടിരിക്കും. One day Pastor A.C. Thomas began to give a message. ഒരിക്കൽ പാസ്റ്റർ A.C. തോമസ് ഒരു ദൂത് നൽകുകയായിരുന്നു. He always used to give 7 points. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ എപ്പോഴും എല്ലാ പ്രസംഗത്തിലും 7 കാര്യങ്ങൾ പറയുന്ന പതിവുണ്ട്. He spoke on the first point. അന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒന്നാമത്തെ കാര്യം പറഞ്ഞു. So we were waiting for the second point. ഞങ്ങൾ രണ്ടാമത്തെ കാര്യം കേൾക്കുവാൻ ആകാംക്ഷയോടെ ഇരുന്നു. Behind the back, the chief pastor said, "Praise the Lord." പുറകിൽ നിന്നും ചീഫ് പാസ്റ്റർ പറഞ്ഞു, "പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം." That's all. അത്രയേ ഉള്ളൂ. He sat down. അദ്ദേഹം ഇരുന്നു. No conclusion, nothing, just sat down. ഉപസംഹാരം ഒന്നുമില്ല, ചെന്നിരുന്നു. He had the speed, തനിക്ക് വേഗം ഉണ്ടായിരുന്നു, but yet that speed was controlled. എന്നാൽ വേഗം നിയന്ത്രിക്കപ്പെട്ടു. Today when you give a testimony for more than 3 or 5 minutes, ഇന്ന് 3-5 മിനിറ്റുകൾക്ക് അപ്പുറം ഒരു സാക്ഷ്യം നൽകുമ്പോൾ, when the pastor say, "Please cut short your testimony," ദയവായി സാക്ഷ്യം ചുരുക്കുക എന്ന് പാസ്റ്റർ പറഞ്ഞാൽ you get angry. നിങ്ങൾക്ക് കോപം വരുന്നു. I want to tell all what I feel. എനിക്കെല്ലാം പറയണം, എനിക്ക് തോന്നുന്നതൊക്കെയും പറയണമായിരുന്നു. You may have, but yet there is a limitation by which you must abide by. അതെ, നിങ്ങൾക്ക് പറയാൻ ഉണ്ടായിരിക്കാം, എങ്കിലും നിങ്ങൾ അനുസരിച്ച് വസിക്കേണ്ടുന്ന ചില പരിമിതികൾ, വിധികൾ ഉണ്ട്. They called me to give a small message on a Christmas day in IIT Kanpur. ഒരിക്കൽ കാൺപൂരിലെ IIT-യിൽ ക്രിസ്മസ് ദിനത്തിൽ ഒരു ചെറിയ ദൂത് നൽകണം എന്ന് പറഞ്ഞ് അവർ എന്നെ ക്ഷണിച്ചിരുന്നു. They say we will give you 5 minutes. നിങ്ങൾക്ക് 5 നിമിഷങ്ങൾ തരാം എന്ന് അവർ പറഞ്ഞു. By God's grace I spoke only 3 minutes. ദൈവകൃപയാൽ ഞാൻ അന്ന് അവിടെ ആകെ 3 നിമിഷമേ സംസാരിച്ചുള്ളൂ. After that, അതിനുശേഷം the principal got up and said, പ്രിൻസിപ്പൽ എഴുന്നേറ്റു പറഞ്ഞു, "I don't believe in God, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. but today എന്നാൽ ഇന്ന് this 3-minute message touched my heart." ഈ 3 മിനിറ്റിലെ സന്ദേശം എന്റെ ഹൃദയത്തെ സ്പർശിച്ചിരിക്കുന്നു. So dear brother, dear sister, ആകയാൽ പ്രിയ സഹോദര സഹോദരിയെ, your speed will have to be controlled. നിങ്ങളുടെ വേഗത നിയന്ത്രിക്കപ്പെടും. In Acts of the Apostles 16 chapter, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ verses 6 to 9, 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവർ ആസ്യാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിൽ എത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ Now when they had gone throughout Phrygia and the region of Galatia and were forbidden of the Holy Ghost to preach the word in Asia, after they come to Mysia, they essayed to go into Bithynia, but the Spirit suffered them not. And they passing by Mysia came down to Troas. even in ministry also the Holy Spirit will put a restriction. ശുശ്രൂഷയിൽ പോലും പരിശുദ്ധാത്മാവ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. They wanted to preach in Asia, they wanted to preach in Bithynia. അവർക്ക് ആസിയായിൽ വചനം പ്രസംഗിക്കണം എന്നുണ്ടായിരുന്നു, ബിഥുന്യയിലും വചനം പ്രസംഗിക്കണം എന്നുണ്ടായിരുന്നു. But the Holy Spirit did not permit. പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. It's very difficult for you to accept such type of guidance. അങ്ങനെയുള്ള ഒരു നടത്തിപ്പ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക്
വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കാം. But that is the only way you can get ready for the coming of the Lord. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള ഏക മാർഗം അതാകുന്നു. In John's Gospel 21 chapter, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ verse 18 we read. 18-ാം വാക്യത്തിൽ യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്കാം. ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. Verily, verily, I say unto thee, when thou wast young, thou girdest thyself and walkest whither thou wouldest. But when thou shalt be old, thou shalt stretch forth thy hands, and another shall gird thee and carry thee whither thou wouldest not. Now it's very easy to go wherever you like it. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തിലേക്ക് പോകുന്നത് വളരെ എളുപ്പം. But to go to a place where you don't like it is very difficult. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തിലേക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ട്. Many of you come for prayer. നിങ്ങളിൽ പലരും പ്രാർത്ഥനയ്ക്ക് വരുന്നത്, Pastor, please pray, I must get a good job. പാസ്റ്റർ, എനിക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടി ദയവായി പ്രാർത്ഥിക്കണമേ. Pray that I may go to Gulf country. ഞാൻ ഗൾഫിലേക്ക് പോകുവാനായി പ്രാർത്ഥിക്കണമേ. Or states. എനിക്ക് അമേരിക്കയിൽ പോകാൻ പ്രാർത്ഥിക്കണം. But do you suppose if that prayer is not answered, will you be happy? എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സന്തുഷ്ടനായിരിക്കുമോ? Many a time you want your own request to be accepted. എത്രയോ പ്രാവശ്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടണം, സ്വീകരിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. One sister came for prayer. ഒരു സഹോദരി പ്രാർത്ഥിക്കുവാൻ വന്നു. Lord, I am willing to go anywhere but not Africa. കർത്താവേ, ആഫ്രിക്ക ഒഴിച്ച് മറ്റെവിടെ വേണമെങ്കിലും പോകുവാൻ ഞാൻ ഒരുക്കാം. The pastor told, please, that is not the right prayer. പാസ്റ്റർ പറഞ്ഞു, ദയവായി അങ്ങനെ പറയരുത്, അത് ശരിയായ പ്രാർത്ഥനയല്ല. Again she prayed. അവർ വീണ്ടും പ്രാർത്ഥിച്ചു, Lord, I am willing to go anywhere but Africa. കർത്താവേ, ആഫ്രിക്കയിൽ ഒഴിച്ച് എവിടെ വേണമെങ്കിലും പോകുവാൻ ഞാൻ ഒരുക്കമാകുന്നു. Pastor told, no. പാസ്റ്റർ പറഞ്ഞു, ഇല്ല, അങ്ങനെയല്ല. Pray the right prayer. ശരിയാവണ്ണം പ്രാർത്ഥിക്കുക. Then she humbled herself. അവൾ പിന്നെ തന്നെ താഴ്ത്തി, Lord, I am willing to go anywhere, even Africa. കർത്താവേ, എവിടേക്ക് വേണമെങ്കിലും ആഫ്രിക്കയിൽ പോലും പോകുവാൻ ഞാൻ ഒരുക്കം. So dear child of God, ആകയാൽ പ്രിയ ദൈവ പൈതലേ, many a time you want to do your own will and want the Lord to accept that own will. എത്രയോ പ്രാവശ്യം നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ വെളിപ്പെടുത്തി അത് ദൈവം സ്വീകരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. Why there is sickness in your life? എന്തുകൊണ്ടാകുന്നു ജീവിതത്തിൽ രോഗം നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്? Why your children not coming up to the real standard? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത നിലയിൽ എത്താതിരിക്കുവാൻ കാരണം എന്ത്? Why your financial business is failing? നിങ്ങളുടെ വ്യാപാരത്തിൽ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുവാൻ കാരണം എന്ത്? Why your ministry is not prospering? നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകാതെ ഇരിക്കുവാൻ കാരണം എന്ത്? Somewhere you want to carry out your own will. എവിടെയെല്ലാമോ സ്വന്തം ഹിതം നിവർത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു പോയി. Outwardly it is not a wrong thing, but inwardly God knows that is not the right place. ബാഹ്യമായി കണ്ടാൽ ഒരു തെറ്റും ഇല്ല, എന്നാൽ നിങ്ങളുടെ അന്തരംഗത്തെ കാണുന്ന ദൈവം അറിയുന്നു നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ചമുള്ളതല്ല. When Pastor A.C. Thomas was in Madras, പാസ്റ്റർ A.C. തോമസ് മദ്രാസിൽ ആയിരുന്നപ്പോൾ the first assembly was 150 believers. ഒന്നാമത്തെ സഭയിൽ 150 വിശ്വാസികൾ ഉണ്ടായിരുന്നു. Then he was transferred to Bombay. തുടർന്ന് തനിക്ക് ബോംബെക്ക് സ്ഥലമാറ്റമായി. Do you know how many members were there? അവിടെ എത്ര വിശ്വാസികൾ ഉണ്ടെന്ന് അറിയാമോ? Only 6 members. ആകെ 6 പേർ. He thought, I was preaching to 150 people. അദ്ദേഹം വിചാരിച്ചു, കർത്താവേ, ഞാൻ 150ഓളം പേരോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. But now only 6 people. ഇവിടെ ഇപ്പോൾ ഇത് 6 പേർ. In that 6 also, one must learn Malayalam, the other knows Kannadam, the other knows Telugu, the other knows Tamil. ഈ 6ലും ഒന്ന് മലയാളം, ഒന്ന് കന്നഡ, ഒന്ന് തെലുഗ്, മറ്റൊന്ന് തമിഴ്. Lord, how to manage? കർത്താവേ, ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? But he accepted it. എങ്കിലും താൻ അത് സ്വീകരിച്ചു. But today it's very difficult for many of you to accept it. എന്നാൽ ഇന്ന് നിങ്ങളിൽ പലർക്കും അത് സ്വീകരിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടാകും. That's why you are struggling in your life. അതുകൊണ്ടാകുന്നു ജീവിതങ്ങളിൽ കലക്കവും കുഴപ്പവും. So you must be like a horse that can run in a wilderness. ഒരു മരുഭൂമിയിൽ ഓടുവാൻ കഴിയുന്ന ഒരു കുതിരയെ പോലെ നിങ്ങൾ ആയിരിക്കണം. And you must be like a beast that coming from the mountain top. താഴ്വരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന കന്നുകാലികളെ പോലെ നാം ആയിരിക്കണം. On the mountain top it
it comes, every step it has to be very watchful. പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മൃഗത്തിന്, ഒരു കന്നുകാലിക്ക് തന്റെ ഓരോ ചുവടിലും വളരെ ശ്രദ്ധിക്കേണ്ടി വരും. If it one step miss, it will go down. ഒരു അടി തെറ്റിയാൽ താഴെ പതുക്കുകയുള്ളൂ. So after receiving the Holy Spirit, ആകയാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിനു ശേഷം in your day-to-day life, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ your word, വാക്ക്, your thought, ചിന്തകൾ, your look, നോട്ടങ്ങൾ, your act, everything had to be controlled by the Holy Spirit. സകലവും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. So don't think that the matured life is a easy life. ആകയാൽ പക്വതയേറിയ തികവിന്റെ ഒരു ജീവിതം അത് വളരെ ലഘുവായ ഒന്നെന്ന് ദയവായി ചിന്തിക്കരുത്. Thank God, God has taken us through that hard life. That is why we are telling you boldly about it. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള കഠിനമായ പാതയിൽ കൂടെ ദൈവം ഞങ്ങളെ വഴി നടത്തി കൊണ്ടുവന്നിരിക്കുന്നു. ആകയാൽ ധൈര്യമായി ഞങ്ങളും ഈ സത്യങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. When we started the work in രാജസ്ഥാനിൽ ഞങ്ങൾ വേല ആരംഭിച്ചപ്പോൾ hardly 2 members or 3 members. കഷ്ടിച്ച് 2-3 പേർ മാത്രം. We looked to God and worked. ഞങ്ങൾ കർത്താവിലേക്ക് മാത്രം നോക്കി. So dear brother, dear sister, പ്രിയ സഹോദര, പ്രിയ സഹോദരി, you must come under the apostolic teaching. നിങ്ങൾ അപ്പോസ്തലിക പ്രബോധനത്തിന് കീഴിൽ വരണം. You must come under the apostolic ministry. അപ്പോസ്തലിക ശുശ്രൂഷയുടെ കീഴിൽ എത്തണം. And you must be daily guided by the Holy Spirit. ദിനം പ്രതിയും പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുകയും ചെയ്യണം. Now when you are guided by the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുമ്പോൾ read 2 Corinthians 3rd chapter 17 and 18. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിക്കാം. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. Now the Lord is that Spirit, and where the Spirit of the Lord is, there is liberty. But we all with open face, beholding as in a glass the glory of the Lord, are changed into the same image from glory to glory, even as by the Spirit of the Lord. Now today our main subject is how to get ready for the coming of the Lord. കർത്താവിന്റെ വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങാം എന്നതാകുന്നു ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. First day we saw that coming of the Lord is the doctrine of the Lord. കർത്താവിന്റെ വരവ് യേശു തന്നെ അരുളി ചെയ്ത ഒരു ഉപദേശമാകുന്നു എന്ന് 1-ാം ദിനത്തിൽ നാം കണ്ടു. And also we saw the early Christian church went through suffering. That's why they waited for the coming of the Lord. ആദിമ ക്രൈസ്തവ സഭ കഷ്ടങ്ങളുടെ പാതയെ തരണം ചെയ്തു. ആകയാൽ അവർ കർത്താവിന്റെ വരവിനായി ആവലോട് കാത്തിരുന്നു എന്നും 1-ാം ദിനം കണ്ടു. Second day we saw many signs are happening in our own midst. 2-ാം ദിനത്തിൽ നമ്മുടെ നടുവിൽ ഈ നാൾകളിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന അനേക അടയാളങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു. In our own midst there are many signs. നമ്മുടെ നടുവിൽ തന്നെ എത്രയോ അടയാളങ്ങൾ നിറവേറുന്നു. We have the form of godliness, but we deny the power thereof. നമുക്ക് ഭക്തിയുടെ വേഷം ഉണ്ട്, നാമോ അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാകുന്നു. If you are unable to stand for the doctrine of divine healing, ദൈവിക രോഗശാന്തി ഉപദേശത്തിനു വേണ്ടി നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, you have got a form of godliness, but you deny the power thereof. നിങ്ങൾക്ക് ഭക്തിയുടെ ഒരു വേഷം ഉണ്ട്, സത്യം, എന്നാലോ നിങ്ങൾ അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായി മാറിയിരിക്കുന്നു. And also the secret of our ministry is life of faith. നമ്മുടെ ശുശ്രൂഷയുടെ രഹസ്യം ഒരു വിശ്വാസ ജീവിതമാകുന്നു എന്നും നാം അന്ന് ചിന്തിച്ചു. Yesterday we saw the different prophecies from different ages, how all those prophecies were fulfilled. പല കാലങ്ങളിലായി കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള അനേക പ്രവചനങ്ങളെയും അവയുടെ നിവൃത്തി എവിടെയുമായിരുന്നു എന്നതും ഇന്നലെ രാത്രിയിൽ നാം കണ്ടു. So we are now closer to the particular time when Christ will come. ക്രിസ്തു വെളിപ്പെടുന്ന നിർണായകമായ സമയത്തോട് ഇപ്പോൾ നാം ഏറെ അടുത്തിരിക്കുന്നു. Today we have come to the practical aspect of our study. ഇന്ന് നമ്മുടെ വേദപാഠത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. Not only doctrine,
ഇത് ഉപദേശം മാത്രം അല്ല, but you have to practice how to get ready for the coming of the Lord. കർത്താവിന്റെ വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങാം എന്നത് നാം അഭ്യസിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. Two things are needed to get ready for the coming of the Lord. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ രണ്ടു കാര്യങ്ങൾ ആവശ്യമാകുന്നു. One is your character must be changed. ഒന്ന്, നമ്മുടെ സ്വഭാവങ്ങൾ രൂപാന്തരപ്പെടണം. Second, your body also must be changed. രണ്ട്, ശരീരങ്ങൾ കൂടെയും രൂപാന്തരപ്പെടണം. If the character has to be changed, സ്വഭാവം രൂപാന്തരപ്പെടണം എങ്കിൽ only through the baptism of the Holy Spirit from glory to glory you will be able to have the change. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ തേജസ്സിന്മേൽ തേജസ്സിനെ പ്രാപിച്ച് മാത്രമേ സ്വഭാവ രൂപാന്തരം കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ. In Exodus 25th chapter, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ 40th verse, 40-ാം വാക്യം, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചുകൊള്ളേണം. And look that thou make them after their pattern which was shown thee in the mount. God wanted Moses to build a tabernacle. ഒരു സമാഗമന കൂടാരം പണിയണം എന്ന് യഹോവ മോശയോട് ആവശ്യപ്പെട്ടു. And Moses was well acquainted with all the knowledge he studied in Egypt. താൻ മിസ്രയീമിലെ സകല ജ്ഞാനങ്ങളും അഭ്യസിച്ച വിദഗ്ധനുമായിരുന്നു. But God told you, come to the mountain. എന്നാൽ ആ മോശയോട് ദൈവം പറഞ്ഞു, നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് വരിക. I will show you a pattern. ഞാൻ അവിടെ ഒരു മാതൃക നിന്നെ കാണിക്കും. Build it according to that pattern. Don't build it according to your pattern. ആ മാതൃക പ്രകാരം നീ പണിയണം, അല്ലാതെ നിന്റെ സ്വന്തം മാതൃകയിൽ നീ അത് പണിയരുത്. For example, suppose God told him to make a table. ഉദാഹരണമായി ഒരു മേശ, കാഴ്ചയപ്പ മേശ ഉണ്ടാക്കുവാൻ യഹോവ അരുളി ചെയ്തു. He can use cedar or Lebanon wood. തനിക്ക് ലെബാനോനിലെ ഖദിരമരം, ദേവദാരു മരം ഉപയോഗിച്ച് വേണമെങ്കിൽ അത് പണിയാമായിരുന്നു. But God told use shittim wood. എന്നാൽ ദൈവം പറഞ്ഞു, അത് വേണ്ട, ഖദിരമരം ഉപയോഗിച്ച് പണിതാൽ മതി. In his mind, Lebanon and Kedar wood was there. മോശയുടെ മനസ്സിൽ നോക്കിയാൽ അവിടെ ലെബാനോനും ലെബാനോനിലെ ദേവദാരുക്കളെയും കാണാം. But God said use shittim wood. ദൈവം പറഞ്ഞു, ഖദിരമരത്തെ ഉപയോഗിച്ച് മേശ ഉണ്ടാക്കുക. Shittim wood is a thorny wood. ഖദിരമരം മുള്ളുകൾ നിറഞ്ഞ ഒരു വൃക്ഷം. After making the tabernacle, സമാഗമന കൂടാരം ഉണ്ടാക്കിയതിനു ശേഷം Moses could have wanted to cover it with a beautiful covering. വളരെ മനോഹരമായ ഒരു മൂടിവിരി കൊണ്ട് കൂടാരത്തെ പൊതിയണമെന്നായിരുന്നിരിക്കാം മോശയുടെ ആഗ്രഹം. But God told use badger skin. എന്നാൽ ദൈവം പറഞ്ഞു, തഹശുതോൽ കൊണ്ടുള്ള മൂടിവിരി ഉപയോഗിച്ച് കൂടാരം മറയ്ക്കുക. Badger skin is the skin of a sea dog. തഹശുതോൽ ഒരു കടൽ നായയുടെ ചർമ്മമാകുന്നു. No, they won't make even a chappal out of the badger skin. സാധാരണഗതിയിൽ ചപ്പൽ ഉണ്ടാക്കുവാൻ പോലും ആ തഹശുതോൽ ഉപയോഗിക്കുകയില്ല. Such a ugly skin. അത്രയ്ക്കും വൃത്തികെട്ട ഒരു ചർമ്മം. Inside the Shekinah glory, കൂടാരത്തിനകത്ത് ശെഖീനാ തേജസ്സ്, but outside badger skin, ugly skin like that. പുറമെ നോക്കിയാലോ തഹശുതോൽ വൃത്തികെട്ട രൂപം. If you have been to the early days faith homes in our mission, നമ്മുടെ മിഷനിലെ മുൻകാല വിശ്വാസ ഭവനങ്ങളിൽ നിങ്ങൾ ആയിരുന്നെങ്കിൽ no outer beauty. പുറമെ ബാഹ്യമായ ഒരു സൗന്ദര്യവുമില്ല. People will think, is there a place where God can come and dwell? ദൈവം വന്ന് വസിക്കുന്ന ഒരു സ്ഥലം ഇതായിരിക്കുമോ എന്ന് ജനങ്ങൾ അമ്പരക്കുമായിരുന്നു. Outwardly no beauty, ബാഹ്യമായി ഭംഗിയേയില്ല, but inwardly the glory. എന്നാൽ അകത്ത് തേജസ്. So today, my dear brother, my dear sister, ആകയാൽ പ്രിയ സഹോദര സഹോദരിയെ, ഈ നാളിൽ you are building a tabernacle. നിങ്ങൾ ഒരു സമാഗമന കൂടാരം പണിതുകൊണ്ടിരിക്കുന്നു. You are building your own life. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. But many a time you are building it according to your own pattern. എത്രയോ പ്രാവശ്യം സ്വന്തം മാതൃകയിൽ അതിനെ പണിയുന്നു. And that pattern will not be accepted. ആ മാതൃക സ്വീകാര്യമാവുകയില്ല. So the perfect pattern is Jesus Christ. ആകയാൽ ഉത്തമ മാതൃക യേശു ക്രിസ്തുവത്രേ. Suppose I tell a group of children to draw a diagram or a picture of apple. ഒരു കൂട്ടം കുറെ കുട്ടികളെ നോക്കി ഒരു ആപ്പിളിന്റെ പടം വരയ്ക്കണം എന്ന് ഞാൻ പറയുന്നു എന്ന് കരുതുക. Children will draw the apple in different sizes. കുഞ്ഞുങ്ങൾ പല ആകൃതിയിൽ പല വലിപ്പത്തിലുള്ള ആപ്പിളുകൾ വരച്ചു വയ്ക്കും. According to them, it is an apple. അവരുടെ ബുദ്ധിക്ക് ഒത്തവണ്ണം, അവരുടെ കാഴ്ചയ്ക്ക് അതൊരു നല്ല ആപ്പിൾ. After they drew the picture, അവർ ചിത്രം വരച്ചതിനു ശേഷം I keep a real apple before them. ഞാൻ അവരുടെ എല്ലാവരുടെയും കണ്ണുകൾക്ക് മുൻപാകെ ഒരു യഥാർത്ഥ ആപ്പിൾ കൊണ്ടുവന്ന് വെച്ചു
എന്നും കരുതുക. You just check it up whether your picture is according to the real apple. ആ കുട്ടികളോട് ഇനി ഈ ആപ്പിളും നിങ്ങൾ വരച്ച പടവും നോക്കി അതുപോലെ ആകുന്നുവോ ഇത് എന്ന് ഉപമിക്കുവാൻ പറഞ്ഞാൽ, It's not like that. അയ്യോ അങ്ങനെയല്ല, My picture is like a coconut. My picture is like a pumpkin, like that. ഞാൻ വരച്ച പടം ഒരു തേങ്ങ പോലെ ആയിപ്പോയി, എന്റെ പടം ഒരു മത്തങ്ങ പോലെ ആയിപ്പോയി എന്നാകും. Because the real apple is something else. കാരണം യഥാർത്ഥ ആപ്പിൾ മറ്റൊന്നാകുന്നു. The real character of Jesus Christ is something else. യേശുവിന്റെ യഥാർത്ഥമായ സ്വഭാവം മറ്റൊന്നായി തീർന്നിരിക്കുന്നു. The more you look at the character of Jesus Christ, എത്ര അധികമാണ് നിങ്ങൾ ക്രിസ്തു യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നോക്കുന്നുവോ, you put off all the old things. നിങ്ങൾ പഴയതിനെ ഒക്കെയും അകറ്റിക്കളയും. That's why in 1 Corinthians 13 chapter 11th verse, അതുകൊണ്ടാകുന്നു 1 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. When I was a child, I spake as a child, I understood as a child, I thought as a child. But when I became a man, I put away childish things. when I became a man, I put away childish things. ഞാൻ പുരുഷനായ ശേഷമോ ശിശുവിന് ഉള്ളത് ത്യജിച്ചു കളഞ്ഞു. So many things we did it like a childish way in our early spiritual life. നമ്മുടെ ആദിമ ആത്മീക ജീവിത നാളുകളിൽ നാം ശൈശവ ചാബല്യ രീതികളിൽ എത്രയോ കാര്യങ്ങൾ For ചെയ്തിട്ടുണ്ടായിരിക്കാം. example, you might have seen children keeping the finger in their mouth. ചിലപ്പോൾ ഉദാഹരണമായി കുട്ടികൾ വിരൽ കടിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. But when they become mature, they give it up. എന്നാൽ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ അവർ ആ ശീലം ഉപേക്ഷിക്കുന്നു. 30 years, 40 years, you are a believer. If you don't give up the childish thing, how can you get ready for the coming of the Lord? നിങ്ങൾ വിശ്വാസത്തിൽ 30 വർഷം 40 വർഷം പഴക്കമുള്ള ആളായി കഴിഞ്ഞിട്ടും ശൈശവ ചാബല്യങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കഴിയും? So your character has to come to the very character of the Lord Jesus Christ. ആകയാൽ നിങ്ങളുടെ സ്വഭാവം സാക്ഷാൽ ക്രിസ്തു യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി ഉരുത്തിരിയേണ്ടിയിരിക്കുന്നു. What is the important character we see in Christ? ക്രിസ്തുവിൽ നാം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ത്? Read Colossians 3rd chapter, കൊലോസ്യ ലേഖനം 3 അധ്യായം 11th verse. 11 വാക്യം വായിക്കാം. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. Where there is neither Greek nor Jew, circumcision nor uncircumcision, barbarian, Scythian, bond nor free, but Christ is all in all. Read Leviticus 1st chapter 9th verse. ലേവ്യ പുസ്തകം 1 അധ്യായത്തിന്റെ 9 വാക്യവും വായിക്കാം. അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാകും. But his inwards and his legs shall he wash in water, and the priest shall burn all on the altar to be a burnt sacrifice, an offering made by fire of a sweet savor unto the Lord. That means when the priest make a burnt offering, ഒരു പുരോഹിതൻ ദഹനയാഗം അർപ്പിക്കുമ്പോൾ it becomes burnt to ashes. അത് ദഹിച്ച് ചാരമായി തീരുന്നു. In the ash you cannot find this is the ash of a brown goat, a brown lamb. ഒരു ചാരം കയ്യിൽ എടുത്തു വെച്ച് ഇത് തവിട്ട് നിറത്തിലുള്ള ഒരു ആട്, തവിട്ട് നിറത്തിലുള്ള ഒരു കുഞ്ഞാടെന്ന് നിങ്ങൾക്കൊരിക്കലും തിരിച്ചറിയുവാൻ സാധ്യമല്ല. You only see ashes. കയ്യിൽ ആകെ ചാരമേ ഉള്ളൂ. If you are getting ready for the coming of the Lord, നിങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ you won't have caste distinction. നിങ്ങൾക്ക് ജാതി ഭേദം ഉണ്ടാകുകയില്ല. You won't have language distinction. നിങ്ങളിൽ ഭാഷാ വ്യത്യാസം ഉണ്ടാവുകയില്ല. I am rich, he is poor. ഞാൻ ധനവാൻ, അവൾ ദരിദ്ര. I am educated, he is not educated. എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അവൾക്കോ വിദ്യാഭ്യാസം ഇല്ല. If these type of thoughts are there, you are not become ashes. ഈ വണ്ണമുള്ള ചിന്തകൾ നിങ്ങളിൽ കുടികൊള്ളുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ചാരമായി തീർന്നില്ല എന്ന് അർത്ഥം. Only such ashes, those who become like ashes alone, can be get ready for the coming of the Lord. അപ്രകാരം ആരെല്ലാം സാക്ഷാൽ ചാരമായി തീർന്നുവോ അങ്ങനെയുള്ള ചാരങ്ങൾ മാത്രമേ യേശു വെളിപ്പെടുമ്പോൾ എടുത്തുകൊള്ളപ്പെടുകയുള്ളൂ. When others see, they must see only Christ and Christ alone in your life. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ അവിടെ ക്രിസ്തുവിനെ മാത്രമേ കാണാവൂ. And
that people, such type of people alone can get ready for the coming of the Lord. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ യേശു വെളിപ്പെടുമ്പോൾ എടുത്തുകൊള്ളപ്പെടുവാനായി ഒരുങ്ങുവാൻ കഴിയുകയുള്ളൂ. Second, രണ്ട്, your body also to be get ready for the coming of the Lord. നിങ്ങളുടെ ശരീരങ്ങളും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ വേണ്ടി ഒരുങ്ങണം. In Romans 8 chapter 11th verse, റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. But if the spirit of him that raised up Jesus from the dead dwell in you, he that raised up Christ from the dead shall also quicken your mortal bodies by the spirit that dwelleth in you. on that moment, in a fraction of the moment, your body will be transformed. ആ നൊടി പൊഴുതിൽ നിങ്ങളുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടും. But before that, now itself, that body has to experience that power. എന്നാൽ അതിനു മുൻപായി ഇപ്പോൾ തന്നെ ഈ ശരീരങ്ങൾ ആ ശക്തിയെ അനുഭവിക്കണം. If you are unable to experience this power, ആ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ how are you going to experience the power on that particular fraction of the moment? ആ നിർണായകമായ നൊടി പൊഴുതിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ശക്തി അനുഭവിക്കുവാൻ കഴിയും? In Matthew's Gospel 15 chapter verse 26, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ Jesus told divine healing is the children's bread. ദൈവിക രോഗശാന്തി അത് മക്കളുടെ അപ്പം എന്ന് യേശു അരുളി ചെയ്തു. Now read Matthew's Gospel 7 chapter 9th verse. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കാം. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? Or what man is there of you whom if his son asks bread, will he give him a stone? If your child asks for bread, will you give a stone? നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങൾ അവന് കല്ല് കൊടുക്കുമോ? You will never give. ഒരിക്കലും കൊടുക്കുകയില്ല. If that be so, അങ്ങനെയെങ്കിൽ when you ask divine healing for your sickness from your Lord, for the heavenly Father, നിങ്ങൾ സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിന്നും എനിക്ക് രോഗത്തിൽ സൗഖ്യം തരണമെന്ന് രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചാൽ how can he say no, I won't give bread, I will give you stone? ഇല്ല ഞാൻ നിനക്ക് അപ്പം തരികയില്ല, കല്ല് മാത്രമേ തരുവെന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവിന് എങ്ങനെ പറയുവാൻ കഴിയും? Given definitely bread. നിശ്ചയമായും അവൻ നിങ്ങൾക്ക് അപ്പം നൽകുക തന്നെ ചെയ്യും. How many believe when I ask for bread, he will give me bread alone? ഞാൻ അപ്പം ചോദിക്കുന്നെങ്കിൽ എന്റെ സ്വർഗീയ പിതാവും എനിക്ക് അപ്പത്തെ മാത്രമേ നൽകുകയുള്ളൂവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Those who believe, put up a right hand and say hallelujah. അങ്ങനെ വിശ്വസിക്കുന്നവർ വലം കരുത്ത് ഉയർത്തി ഹല്ലേലൂയ പറയാം. Hallelujah. If God can give you bread, ദൈവത്തിന് നിങ്ങൾക്ക് അപ്പം നൽകുവാൻ കഴിയും എങ്കിൽ why not he give it today, now itself? എന്തുകൊണ്ട് ഇന്ന് ഇപ്പോൾ തന്നെ അത് നൽകിക്കൂടാ? Now, if you believe that God will give me bread, not stone, എന്റെ ദൈവം എനിക്ക് കല്ല് നൽകാതെ അപ്പം തന്നെ തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ you can experience the power tonight. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആ ശക്തിയെ അനുഭവിക്കാം. In Psalms 34 verse 6 we read, 34-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. This poor man cried and the Lord heard him and saved him out of all his troubles. and Jeremiah 33 verse 3, യിരെമ്യാവ് 33-ന്റെ 3-ാം വാക്യം, എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. Call unto me and I will answer thee and show thee great and mighty things which thou knowest not. many a time we ask pastors and elders and servants of God to pray on our behalf. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എത്രയോ പ്രാവശ്യം പാസ്റ്റർമാരോടും മൂപ്പന്മാരോടും ശുശ്രൂഷകരോടും നാം ആവശ്യപ്പെടുന്നു. Yes, they will pray. അതെ, അവർ പ്രാർത്ഥിക്കും. But what about your prayer? എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ കുറിച്ച് എന്ത്? This poor man, ഈ എളിയവൻ, when you cry, God will answer the prayer. നിങ്ങൾ നിലവിളിച്ചാൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. For a moment, close your eyes. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുവിൻ. Whatever problem that you have in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള പ്രശ്നം എന്തായിരുന്നാലും ശരി, open your heart, ഹൃദയങ്ങളെ തുറക്കുവിൻ, open your mouth. വായുകളെ തുറക്കുവിൻ. Lord, tonight I want that healing, Lord. കർത്താവേ, ഇന്ന് രാത്രി എനിക്കൊരു രോഗശാന്തി വീണം. Lord, I want a touch of thine tonight itself. കർത്താവേ, ഇന്ന് രാത്രി തന്നെ നിന്റെ
നിന്റെ സ്പർശനം എനിക്ക് അനുഭവിക്കണം. Open your heart, open your mouth and say it. ഹൃദയങ്ങളെ തുറന്ന് വായുകളെ തുറന്ന് ദൈവത്തോട് സംസാരിക്കുവിൻ. Your heavenly Father is in our midst. നമ്മുടെ നടുവിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് കടന്നു വന്നിട്ടുണ്ട്. He is willing, not when you ask for bread, he will not give you stone. നിങ്ങൾ അപ്പം ചോദിക്കുന്നെങ്കിൽ ഞാൻ ഒരു നാളും കല്ല് തരികയില്ല എന്ന് അവൻ നിങ്ങളോട് അരുളി ചെയ്യുന്നു. Whatever problem that you have in your life. നിങ്ങളുടെ ജീവിതത്തെ പിടികൂടിയ പ്രശ്നം എന്തായിരുന്നാലും. When we had the evening service at Kottarakara Convention, കൊട്ടാരക്കര കൺവെൻഷനിൽ ഞായറാഴ്ച രോഗശാന്തി ആരാധനയിൽ there was a message, a person with a hole in the heart, God is touching. ഒരു ദൂത് ഉണ്ടായി, ഹൃദയത്തിൽ ദ്വാരമുള്ള ഒരു മനുഷ്യനെ കർത്താവ് തൊടുന്നുവെന്ന്. We did not know who that person. അതാരെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. Next day, പിറ്റേന്നാൾ one sister came. ഒരു സഹോദരി വന്നു. Pastor, for years I had suffered due to hole in my heart. പാസ്റ്റർ, എത്രയോ വർഷങ്ങളായി ഹൃദയത്തിന് ദ്വാരമായി ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. I took all medicines, ഞാൻ എല്ലാ മരുന്നുകളും പരീക്ഷിച്ചു, but I know deliverance. വിടുതൽ കിട്ടിയില്ല. But yesterday night, എന്നാൽ ഇന്നലെ രാത്രി the Lord touched me. ദൈവം എന്നെ തൊട്ടു. I was able to sleep. എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞു. The same Lord is in our midst. അതേ കർത്താവ് ഇപ്പോൾ നമ്മുടെ നടുവിലുമുണ്ട്. Whatever problem that you have, നിങ്ങൾക്കുള്ള പ്രശ്നം എന്തായിരുന്നാലും place your hand on a particular place where your pain or where your sickness is there. ശരീരത്തിൽ രോഗമോ വേദനയോ ഏത് ഭാഗത്തുണ്ടോ ആ ഭാഗത്തിൽ നിങ്ങളുടെ കൈയെ വയ്ക്കുവിൻ. Cry unto the Lord. കർത്താവിനോട് കരയുവിൻ. Lord, give me that healing today. കർത്താവേ, ഈ രാത്രി ആ രോഗശാന്തി എനിക്ക് നൽകണമേ. Lord, give me the bread, Lord. കർത്താവേ, ഇന്ന് രാത്രി എനിക്ക് അപ്പം തരണമേ. In the name of Jesus Christ of Nazareth. നസറേയനായ യേശുവിന്റെ നാമത്തിൽ. Lord, I want the bread tonight. കർത്താവേ, ഇന്ന് രാത്രി തന്നെ എനിക്ക് അപ്പം വേണം. The Lord is moving in our midst. നമ്മുടെ നടുവിൽ കർത്താവ് നടകൊള്ളുന്നു. He knows your particular problem. നിങ്ങളുടെ പ്രത്യേക പ്രശ്നം ദൈവം അറിയുന്നു. My son, എന്റെ മകനെ, my daughter, എന്റെ മകളെ, I am hearkening to your cry. നിന്റെ നിലവിളി ഞാനിതാ കേൾക്കുന്നു. I have heard your cry. ഞാൻ നിന്റെ നിലവിളി കേട്ടിരിക്കുന്നു. I am touching you. ഞാൻ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. I am healing you. ഞാൻ നിന്നെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. I am delivering you. ഞാൻ നിന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So unless you experience the power now, ഇപ്പോൾ ആ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ you cannot experience the power on that day. ആ നാളിലും ആ ശക്തി നിങ്ങൾ അനുഭവിക്കുകയില്ല. So that's why we encourage you to stand for the divine healing. അതുകൊണ്ടാകുന്നു ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. We have got hardly 10 minutes. ഞങ്ങൾക്കിനി ആകെ 10 നിമിഷമേ ഉള്ളൂ. I will give you an important point. ഞാൻ ചില പ്രധാന കാര്യങ്ങൾ പറയാം. Now Ephesians 1 chapter 18 and 19. എഫേസ്യർ 1:18-19 വാക്യങ്ങളിൽ exceeding greatness of power to work in your body to change your body. നമ്മുടെ ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അത്യന്തമായ ശക്തിയുടെ അളവറ്റ വലിപ്പം വ്യാപരിക്കണം. If that power has to operate, ആ ശക്തി വ്യാപരിക്കണം എങ്കിൽ you must believe. നാം വിശ്വസിക്കണം. When you believe, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ there the power began to operate. അവിടെ ശക്തി വ്യാപരിച്ചു തുടങ്ങുന്നു. Where believe is the real, the word meaning of that word believe means rest. വിശ്വാസം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം വിശ്രാമം എന്നാകുന്നു. That's why I told you at the beginning, Psalms 132 verse 8. അതുകൊണ്ടാകുന്നു ആരംഭത്തിൽ തന്നെ സങ്കീർത്തനം 132:8 വാക്യം ഞാൻ നിങ്ങളെ അറിയിച്ചത്. Where there is rest, there is power. വിശ്രാമം ഉള്ളിടത്തിൽ ബലം ഉണ്ട്. If that power has to operate on that particular moment, ആ നൊടി ക്ഷണത്തിൽ ആ ശക്തി ശരീരങ്ങളിൽ വ്യാപരിക്കണം എങ്കിൽ now itself you must be experience the rest in your life. ഇപ്പോൾ തന്നെ ജീവിതങ്ങളിൽ ആ വിശ്രാമത്തെ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. In Isaiah 40th chapter, യെശയ്യാവ് 40-ാം അധ്യായത്തിൽ there you find 3 stages of the spiritual life. ആത്മീക ജീവിതത്തിന്റെ 3 ഘട്ടങ്ങൾ അവിടെ നാം കാണുന്നു. One is the flying experience. ഒന്ന് പറക്കുന്ന അനുഭവം. Second is the running experience. 2 ഓടുന്ന അനുഭവം. But third is the real step by step walking with the Lord. 3 യഥാർത്ഥമായും കർത്താവിനോടുകൂടെ ചുവടുകൾ വച്ച് നടക്കുന്ന അനുഭവം അത്രേ. In Genesis 5th chapter verse 24, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ Enoch walked with God ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. and he was taken up. അവൻ എടുത്തുകൊള്ളപ്പെട്ടു. So when you maintain the rest in your life, ആകയാൽ നിങ്ങളുടെ ജീവിതത്തിലെ വിശ്രാമം നിങ്ങൾ സൂക്ഷിച്ചാൽ
that time the power will operate. ആ വേളയിൽ ആ ശക്തി വ്യാപരിക്കും. And that power will quicken your body day by day. ആ ശക്തി ദിനം പ്രതിയും നിങ്ങളുടെ ശരീരത്തെ ജീവിപ്പിക്കുകയും ചെയ്യും. I have told you many times about this particular vision. ഞാൻ ഒരു ദർശനം നിങ്ങളോട് മിക്കപ്പോഴും പറഞ്ഞിട്ടുണ്ട്. In one particular tarry meeting, ഒരു പ്രത്യേക കാത്തിരിപ്പ് യോഗത്തിൽ the Lord Jesus came യേശു വന്നു. and he went and spoke to a first brother. ഒന്നാമതിരുന്ന സഹോദരനോട് യേശു ചെന്ന് സംസാരിച്ചു. He spent a lot of time with him. ഏറെ സമയം ആ സഹോദരനോടുകൂടെ യേശു സംസാരിച്ചു. He just looked at the second brother. രണ്ടാമനെ ഒന്ന് നോക്കിയതേയുള്ളൂ. And then he walked away. നടന്നുപോയി. And the third he never looked at. മൂന്നാമനെ യേശു നോക്കുവാൻ പോലും മെനക്കെട്ടില്ല. So the brother who saw the vision, ഈ ദർശനം കണ്ട ആ സഹോദരൻ, he asked, Lord, why you showed the difference? കർത്താവേ, നീ എന്തിന് ഇത്രയ്ക്കും ഒരു വ്യത്യാസം കാണിക്കുന്നു? That first brother needed that type of encouragement. ഒന്നാമതിരുന്ന ആ സഹോദരന് അങ്ങനെ ഒരു പ്രോത്സാഹനം ആവശ്യമായിരുന്നു. Second brother, if I just look at him, he will run away. രണ്ടാം സഹോദരനെ ഞാനൊന്ന് നോക്കിയാൽ മതി, അവൻ തന്റെ ഓട്ടം ഓടിക്കൊള്ളും. But third എന്നാൽ മൂന്നാമൻ is my property. അവൻ എന്റെ സ്വന്തം വകയാകുന്നു. He will not move. അവൻ അനങ്ങുകയില്ല. He is my property. അവൻ എന്റെ വസ്തുവാകുന്നു. So dear brother, dear sister, പ്രിയ സഹോദര സഹോദരിയെ, among these three, which group you want to ഈ come? മൂവരിൽ നിങ്ങൾ ഏത് ഗണത്തിൽ പെടുന്നു? For a little thing, if you get disturbed, ചെറിയ കാര്യത്തിന് നിങ്ങൾ കലങ്ങി പോകുന്നെങ്കിൽ then how can you get ready for the coming of the പിന്നെ Lord? എങ്ങനെ കർത്താവിന്റെ വരവനായി ഒരുങ്ങുവാൻ കഴിയും? Whatever may happen, എന്ത് വേണമെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ, I will stand in this faith. ഞാൻ ഈ വിശ്വാസത്തിൽ തന്നെ നിൽക്കും. The Lord must say, He is my treasure. ഇവൻ എന്റെ നിക്ഷേപം എന്ന് കർത്താവും നമ്മെ കുറിച്ച് പറയണം. When you come to the place of treasure state, നിക്ഷേപം എന്നുള്ള ആ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ there the power begin to operate. ശക്തി വ്യാപരിക്കുവാൻ തുടങ്ങും. How many want that place where you can say, the Lord say, you are my property? അതെ, നീ എന്റെ നിക്ഷേപം, നീ എന്റെ സ്വന്തം എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ എത്ര പേർ വാഞ്ചിക്കുന്നു? How many really want that? എത്ര പേർ ആത്മാർത്ഥമായി അത് വാഞ്ചിക്കുന്നു? Close your eyes. കണ്ണുകൾ അടയ്ക്കുവിൻ. Let us kneel down. മുഴങ്കാലുകളെ മടക്കാം. Lord, I want to be called as thy treasure. O Lord. കർത്താവേ, നിന്റെ നിക്ഷേപമായി വിളിക്കപ്പെടുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. Many a time I used to get disturbed and get angry and lose my patience. ഞാൻ എത്രയോ പ്രാവശ്യം കോപിച്ചുപോയി, എന്റെ ക്ഷമ എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ കലങ്ങിയവളായി മാറിപ്പോയി. But hereafter, എന്നാൽ ഇത് മുതൽ I will walk with you, Lord. ഞാൻ കർത്താവേ നിന്നോട് കൂടെ നടക്കും. Step by step. പടിപടിയായി, Step by step. പടിപടിയായി I will walk with you, Lord. കർത്താവേ, ഞാൻ നിന്നോട് ചേർന്ന് നടക്കും. Make a dedication now. ഒരു പുതിയ പ്രതിഷ്ഠയെ ചെയ്യുവിൻ. Make a real dedication. യഥാർത്ഥമായി പ്രതിഷ്ഠിക്കുവിൻ. When you walk with the Lord step by step, നിങ്ങൾ ഘട്ടം ഘട്ടമായി ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ you will hear the voice of God. ദൈവ ശബ്ദം കേൾക്കാം. Yesterday by 3 o'clock or something, ഇന്നലെ അതിരാവിലെ 3 മണിയോടടുത്ത്, afternoon, മധ്യാഹ്നം 3 മണിയോടടുത്ത് suddenly somebody said, get up. പെട്ടെന്ന് ആരോ പറഞ്ഞു, എഴുന്നേൽക്കാം. I thought somebody came and spoke to me. ആരോ വന്ന് എന്നോട് സംസാരിച്ചെന്ന് ഞാൻ ചിന്തിച്ചു. I went and looked at the room was locked. ചെന്ന് നോക്കി, മുറി അടച്ചിരിക്കുകയായിരുന്നു. No one there, the Lord spoke. ആരുമില്ല, ദൈവം സംസാരിച്ചതായിരുന്നു. So dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, when you walk with the Lord, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ come, that very voice will come. വരും ദൈവ ശബ്ദം നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. That moment, that voice you hear, you will get a power in your body. ആ നിമിഷം, ആ ശബ്ദം കേൾക്കുന്ന ക്ഷണത്തിൽ ശരീരങ്ങളിൽ ശക്തി വ്യാപരിക്കുകയും ചെയ്യും. So let that voice be heard in your day-to-day life. അതെ, ദൈനംദിന ജീവിതങ്ങളിൽ, നിങ്ങളുടെ സേവന പുടങ്ങളിൽ ദൈവ ശബ്ദം ധ്വനിക്കുവാനാവട്ടെ. In the early days, മുൻകാലങ്ങളിൽ if you see how servants of God were taken, ദൈവ ശുശ്രൂഷകരെ വേർതിരിക്കുന്ന ആ പ്രാർത്ഥനയിൽ you will see it's a glorious way. വളരെ മഹത്വമേറിയ ഒരു രീതി നിങ്ങൾ അവിടെ കാണുമായിരുന്നു. People will be waiting. 100ഓളം പേർ കാത്തിരിക്കും. They will be all filled with the Holy Spirit. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. They will be all waiting to be selected for the ministry. ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുവാനായി അവലോടെ കാത്തിരിക്കും. And the chief pastor will get anointing. ചീഫ് പാസ്റ്റർക്ക് ഒരു അഭിഷേകം കിട്ടുമ്പോൾ, When he get the anointing, അഭിഷേകം വരുമ്പോൾ, he will move among the 100 people. 100 പേർക്കിടയിൽ താൻ ഓടി നടക്കും. And Pastor AC will follow him. പാസ്റ്റർ ഏസി തന്റെ പിന്നാലെ ചെല്ലും. And those whom in the spirit he touched, then they will be separated. ദൈവാത്മാവിൽ പാസ്റ്റർ ആരുടെ മേൽ കൈവയ്ക്കുന്നുവോ അവരെ മാറ്റിയെടുക്കും. Others will be revealed. മറ്റുള്ളവർ മാറ്റപ്പെടുന്നു. Dear brother,
പ്രിയ സഹോദര, when the Lord cometh, കർത്താവ് വരുമ്പോൾ if that selection is not there, where you will be? ആ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇല്ലാതെ പോയാൽ Where you will be? നിങ്ങൾ എവിടെയായിരിക്കും? Do you want to be selected? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുവാൻ വാഞ്ചിക്കുന്നുവോ? Submit yourself entirely. സമ്പൂർണമായി നിങ്ങളെ സമർപ്പിക്കുവിൻ. Lord, when thou cometh, Lord. കർത്താവേ, നീ വെളിപ്പെടുമ്പോൾ When thou cometh, Lord, I must be ready. കർത്താവേ, നീ വെളിപ്പെടുമ്പോൾ ഞാനും ഒരുക്കമായിരിക്കട്ടെ. 100 people were waiting. Sometime 2 or 3 alone will be selected. 100 പേർ കാത്തിരിക്കും, 2-3 പേരാകും ചിലപ്പോൾ എടുക്കപ്പെടുക. In the year 1951, only 3 ministers were selected when I was taken for the ministry. കർത്താവിന്റെ വേലയ്ക്ക് എന്നെ വേർതിരിച്ച 1951 വർഷം ആകെ 3 പേരെ ആയിരുന്നു വേർതിരിച്ചത്. All others were rejected. മറ്റുള്ളവരെല്ലാവരെയും അടക്കി അയച്ചു. Let us not be rejected. നമുക്കാർക്കും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ. Let us be selected by the Lord. നാമെല്ലാവരും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരാം. Lord, I want to be raptured when thou cometh, Lord. കർത്താവേ, നീ വെളിപ്പെടുമ്പോൾ ഞാനും എടുത്തുകൊള്ളപ്പെടുവാൻ വാഞ്ചിക്കുന്നു. ദിവ്യതേജസ്സേനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുവാൻ. ദിവ്യതേജസ്സേനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ആത്മാവേലും സത്യത്തിൽ ആരാധിക്കുവാൻ, സത്യക്രിസ്ത്യാനിത്വം വെളിപ്പെടുത്തുവാൻ, ആത്മാവേലും സത്യത്തിൽ ആരാധിക്കുവാൻ, സത്യക്രിസ്ത്യാനിത്വം വെളിപ്പെടുത്തുവാൻ, വിശുദ്ധന്മാർ തൻ ഒരിക്കലായി പരമേൽപ്പിച്ചതാം വിശ്വാസത്തിനായി നീയും പൂച്ചെയ്തിരണം. വിശുദ്ധന്മാർ തൻ ഒരിക്കലായി പരമേൽപ്പിച്ചതാം വിശ്വാസത്തിനായി നീയും പൂച്ചെയ്തിരണം. ദിവ്യതേജസ്സേനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുവാൻ. ദിവ്യതേജസ്സേനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. വിശ്വാസത്തിനന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നിൽ നിന്ന് കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരയേശുവേ, വൻകൃപയാൽ നീയും ലോകത്തെ ജയിക്കുക. ലോകത്തെ ജയിച്ച ജയവീരയേശുവേ, വൻകൃപയാൽ നീയും ലോകത്തെ ജയിക്കുക. ദിവ്യതേജസ്സേനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ തിരിച്ചറിയുക. 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 ദിവ്യതേജസ്സേനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതമെന്തെന്നിപ്പോൾ Last week, one thing the Lord told me. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. To get ready for the coming of the Lord, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ be always filled with the Holy Spirit. എല്ലായ്പ്പോഴും പരിശുദ്ധാത്മ നിറവിലായിരിക്കുവിൻ. And neglect not the tarrying meeting. കാത്തിരിപ്പ് യോഗങ്ങളെ അഗണ്യമാക്കി തള്ളരുത്. If you want to get ready for the coming of the Lord, യേശുവിന്റെ വരവിനായി ഒരുങ്ങുവാൻ നിങ്ങൾ വാഞ്ചിക്കുന്നു എങ്കിൽ come and wait in the presence of God and receive a new power. കടന്നു വന്ന് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പുതിയ ശക്തിയെ പ്രാപിക്കുവിൻ. That you will be always ready. അങ്ങനെയെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒരുങ്ങിയിരിക്കും. May the Lord help you. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. Let us pray. പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡികളുടെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെയും നിന്റെ മഹിമയിനാലും തേജസ്സിനാലും നീ ഞങ്ങളെ നിറച്ച് നടത്തിക്കൊണ്ടിരുന്നതിനാൽ സ്തോത്രം. ഈ അന്ത്യനാളുകളിൽ നിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ സ്പഷ്ടമായി നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. നിന്റെ ഹിതം പൂർണ്ണമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം. നിന്റെ ഹിതപ്രകാരം
മുന്നേറി പോകുവാൻ ഓരോരുത്തർക്കും സഹായിക്കണമേ. നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ അടയാളങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാൽ കേട്ട വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് ശുദ്ധീകരിച്ച് എല്ലാ ഭക്തിയുടെ വേഷങ്ങളെയും കളഞ്ഞ് കപട ഭക്തികളെയെല്ലാം വിട്ട് ഭക്തിയിനാലും ശക്തിയിനാലും നിറയപ്പെട്ടവരായി വ്യാജ സ്നേഹങ്ങളെല്ലാം കളഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നിറഞ്ഞ് നിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിപ്പാൻ എല്ലാവർക്കും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. Now may the grace of the Lord, the love of God, and the sweet fellowship of the Holy Spirit may rest and abide with us until Jesus comes in glory. Amen. Hallelujah. Hallelujah. Hallelujah.